നമസ്കാരം. നാളെ ജൂലൈ 13 ഞായറാഴ്ചയാണ്. നാളത്തെ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന നാളുകാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ദിവസമാണ്. ചില കാര്യങ്ങൾ കൂടുതലായും അനുകൂലമായി തീരുന്ന ദിവസവുമാകുന്നു. ഇവരുടെ ജീവിതത്തിൽ നാളെ എന്താണ് പ്രധാനമായും സംഭവിക്കുക എന്ന് വിശദമായി തന്നെ രാശിപ്രകാരം മനസ്സിലാക്കാം. നാളെ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സമ്പത്തിന്റെ അധിപനായ കുബേരദേവനെ വന്ദിക്കുക. ഓം കുബേരായ നമഃ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, തിരുവാതിര, പുണർദം എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ വന്ന് ചേരാവുന്ന ഒരു ദിവസമായി മാറാം. എന്നിരുന്നാലും വിജയങ്ങൾ നേടുവാൻ, കാര്യങ്ങൾ പലതും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. പല കാര്യങ്ങളും ശ്രദ്ധാപൂർവം വീക്ഷിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാകുന്നു. ആദായം വർദ്ധിക്കാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല വഴികളിലൂടെയും ധനലാഭം വന്നു ചേരാം. എന്നാൽ ധനപരമായ ചെലവ് അധികരിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാവുന്നതാണ്. അതിനാൽ വരവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നത് പോലെ തന്നെ ചെലവിന്റെ കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. നല്ല അനുഭവങ്ങൾ വന്ന് ചേരാവുന്ന ദിവസമാണ്. അർഹതയ്ക്കനുസരിച്ചുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഔദ്യോഗിക മേഖലയുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ വാർത്തകൾ, പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ പുതിയ ജോലി ലഭിക്കുക, അത്തരം ചില കാര്യങ്ങൾ വന്നു ചേരാം. മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുക, അത്തരം ചില കാര്യങ്ങൾക്കായുള്ള കാര്യങ്ങൾ, അതായത് അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അനുകൂലമാക്കി തീർക്കുവാൻ മുൻകൈയെടുക്കാവുന്ന ദിവസം കൂടിയാകുന്നു. കുടുംബകാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം കൂടിയാകുന്നു. പാരിതോഷികങ്ങൾ ലഭിക്കാം. ലഘുയാത്രകൾ നടത്തേണ്ടതായി വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനാഗമനം വന്ന് ചേരാവുന്നതാണ്. പല വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. കൂടാതെ ആശങ്കകൾ പലതും പരിഹരിക്കുവാൻ സാധിക്കുന്ന ദിവസം കൂടിയാകുന്നു. ദാമ്പത്യ കലഹങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം അതിരാവിലെ സൂര്യഭഗവാനെ വന്ദിക്കുന്നതും സൂര്യമന്ത്രങ്ങൾ ജപിക്കുന്നതും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ചും ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അത്തം, ചിത്തിര എന്നീ നാളുകാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അർഹതയുള്ള പല കാര്യങ്ങളും ലഭിക്കുന്ന ഒരു ദിവസമാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും ഉയർച്ച നേടുവാൻ സാധിക്കുക, പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തൊഴിലുമായി ബന്ധപ്പെട്ട് സ്വാധീനം വർദ്ധിക്കുന്നതായ ഒരു ദിവസമാകുന്നു. പുതിയ ജോലി ലഭിച്ചു എന്ന് വരാം. രാഷ്ട്രീയ പദവികൾ നിങ്ങളെ തേടിയെത്താം. വിദ്യാർത്ഥികൾക്ക് അന്യനാട്ടിൽ പഠിക്കാനുള്ള അവസരങ്ങൾ, അത്തരം ചില കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, മംഗളകർമ്മങ്ങൾ മുൻകൈയെടുത്ത് നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പൂർണ്ണ സംതൃപ്തി പല കാര്യങ്ങളിലും ലഭിക്കാം. എന്നിരുന്നാലും ചില സമ്മർദ്ദങ്ങൾ ഇന്നേ ദിവസം വർദ്ധിക്കുവാൻ അല്ലെങ്കിൽ വരാനുള്ള സാധ്യതകളുണ്ട്. കൃത്യനിഷ്ഠ, സമയനിഷ്ഠ പ്രശംസിക്കപ്പെടുന്ന ദിവസമായി മാറാം. തൊഴിലുമായി ബന്ധപ്പെട്ട് സംതൃപ്തി വന്നു ചേരാം. ബിസിനസ് പരമായി ചില ലാഭം നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ചില പ്രശ്നങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിക്കണം എന്ന ആഗ്രഹം വന്നു ചേരുകയും അതിനായുള്ള മുൻകൈ എടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല രഹസ്യങ്ങളും അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. ഗുണകരമായി തീരാവുന്ന പല പ്രവൃത്തികളും ചെയ്യുവാൻ സാധിക്കും. വാഗ്ദാനങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ അകലുന്നതായ സമയമാണ്.
എന്നിരുന്നാലും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ലഭിക്കുന്നതായ സമയമാണ്. കിട്ടാക്കടങ്ങൾ അല്പമെങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ അനുകൂലമായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ, അതായത് നടക്കില്ല എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം. ഇന്നേ ദിവസം പുതിയ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. ഇന്നേ ദിവസം പ്രധാനമായും അടുത്തുള്ള ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം സൂര്യഭഗവാനെ അതിരാവിലെ വന്ദിക്കുന്നതും സൂര്യമന്ത്രങ്ങൾ ജപിക്കുന്നതും ഐശ്വര്യം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാർ. ഈ രാശിക്കാർക്ക് ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സമയമാണ്. ആരംഭിച്ചതായ പല ദൗത്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും സഹായം, സഹകരണം വന്ന് എത്തുന്നതായ ദിവസം കൂടിയാകുന്നു. കുടുംബസൗഖ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയം വന്നു ചേരാം. ചെലവുകൾ നിയന്ത്രിക്കുവാൻ സാധിക്കും. ക്ലേശകരമായ പല കാര്യങ്ങളെയും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആദായം വർദ്ധിക്കുന്ന ദിവസമാണ്. ന്യായമായ പല ആവശ്യങ്ങളും ഇന്നേ ദിവസം കുടുംബാംഗങ്ങൾക്ക് ചെയ്തു നൽകുവാൻ സാധിക്കുന്ന ദിവസമാണ്. ചില സമയങ്ങളിൽ ക്ഷമ നഷ്ടമായി എന്ന് വരാം. പൊട്ടിത്തെറിക്കുന്നതായ സാഹചര്യം, ദേഷ്യപ്പെടുന്നതായ സാഹചര്യം വന്നു ചേരാം. എന്നാൽ അത് ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ജീവിത പങ്കാളിയുടെ ചില നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങളിൽ അനിഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനാഗമം പ്രതീക്ഷിക്കാവുന്ന ദിവസമാകുന്നു. എന്നാൽ ഇന്നേ ദിവസം ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലരോട് കലഹിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് ഒഴിവാക്കുന്നതാണ് ഉത്തമം. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭൂമിയോ വീടോ തുടങ്ങിയ കാര്യങ്ങൾ വിൽപ്പനയ്ക്കായുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും അത് ഒരു പരിധിവരെ വിജയം കാണുകയും ചെയ്യാം. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ കലഹങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഇന്നേ ദിവസം അതിരാവിലെ കുളിച്ച് ശുദ്ധിയോടെ സൂര്യദേവനെ വണങ്ങുന്നത് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. കൂടാതെ ഗ്രാമദേവതാ ക്ഷേത്രത്തിലും ഇന്നേ ദിവസം നിങ്ങൾ ദർശനം നടത്തുക. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പരിശ്രമങ്ങൾക്ക് ഫലം കാണുന്ന ഒരു ദിവസമായി തന്നെ മാറും. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നാളുകാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനങ്ങൾ പലതും നിറവേറ്റുവാൻ സാധിക്കുന്ന ദിവസം കൂടിയാകുന്നു. വാക്തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും ശുഭം. പല ചെലവുകൾക്കുമുള്ള പോംവഴി കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം പ്രതീക്ഷിച്ചതായ പല കാര്യങ്ങളും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും ചില തടസ്സങ്ങൾ തരണം ചെയ്യേണ്ടതായി വരാം. ദിശാബോധത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. കൂടാതെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ തുടരപ്പെടും എങ്കിലും അത് തടയുവാനുള്ള ചില ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം സമ്മർദ്ദം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എങ്കിലും സുഹൃത്തുക്കൾ, ബന്ധുക്കൾ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾ മൂലം മനസന്തോഷത്തിന് കാരണമാകുന്ന കാര്യങ്ങളും സംഭവിക്കാം. ഇന്നേ ദിവസം പല വരുമാന സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ബിസിനസ് പരമായി അനുകൂലമായ ഒരു ദിവസമായി തന്നെ മാറാം. കലാപ്രവർത്തകർക്കും അനുകൂലമായ ഒരു ദിവസമായി തീരാം. കൂടാതെ പല കാര്യങ്ങളിലും കൃത്യമായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രശ്നപരിഹാരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ഗൃഹസൗഖ്യവും ദാമ്പത്യ സൗഖ്യവും പ്രതീക്ഷിക്കാവുന്നതായ സമയം തന്നെയാകുന്നു. നിങ്ങളുടെ പല താല്പര്യങ്ങളും സംരക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. യാത്രകൾ മൂലം നേട്ടങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ കുടുംബസമേതമോ അല്ലാതെയോ യാത്രകൾ ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും ഇന്നേ ദിവസം ഉണ്ടായി എന്ന് വരാം.
കൂടാതെ ഇന്നേ ദിവസം പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഉത്തമം. ആ പ്രശ്നങ്ങൾ വലുതാകാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിന്റെ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടായി തന്നെ മാറും, അല്ലെങ്കിൽ സന്തോഷകരമായി തന്നെ മാറുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇന്നേ ദിവസം ഇഷ്ട ആഹാരം, ഇഷ്ടഭക്ഷണം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ചില തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാകുന്നു. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നതും സൂര്യദേവനെ ആരാധിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. പ്രത്യേകിച്ചും സൂര്യമന്ത്രങ്ങളും ശിവമന്ത്രങ്ങളും ഇന്നേ ദിവസം ജപിക്കുക. അടുത്തുള്ള ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും കൂടാതെ നിങ്ങളുടെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ സാധിക്കും എങ്കിൽ ദർശനം നടത്തുക. അല്ലെങ്കിൽ ഗ്രാമദേവതാ ക്ഷേത്രത്തിലാണ് എങ്കിലും ഇന്നേ ദിവസം ദർശനം നടത്തി മുന്നോട്ട് പോകുന്നത് കൂടുതൽ ഉത്തമമായി തീരും.